ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഈ ഒന്നാം ജന്മവാർഷികത്തില് ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഈ പ്രിയ അമ്മയ്ക്ക് ദൈവം ഈ സമ്മാനം നൽകട്ടെ എന്ന് നമുക്ക് ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉണ്ടാക്കിയ ശൂന്യത വളരെ വലുതാണ്. അകന്നു പോകുന്ന കാലങ്ങളെടുക്കും. അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാരണം. ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ നമ്മളൊക്കെ അവശേഷിപ്പിച്ച് കടന്നുപോയ നല്ലൊരു അമ്മയാണ്. ആ ഓർമ്മകൾ മാത്രം മതി എന്നും പ്രാർത്ഥനയോടുകൂടി പ്രിയപ്പെട്ട അമ്മയോട് പ്രാർത്ഥിക്കാൻ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ വേർപിരിഞ്ഞുപോയ പൂർവികരായിട്ടുള്ള മാതാപിതാക്കള്, അമ്മയുടെ സഹോദരങ്ങളായിട്ടുള്ള അച്ഛായങ്ങൾ, സുഹൃത്തുക്കള്, കുടുംബത്തിൽ നിന്നും എല്ലാ പ്രിയപ്പെട്ടവരുടെയും മക്കളെ ക്രിസ്തുവിനെ സംബന്ധിച്ചുകൊണ്ട് എല്ലാവരെയും എൻ്റെ നിത്യ ആദ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവർക്ക് മുമ്പേ പോയവരാണ്. അവരുടെ ഓർമ്മ നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കാനും ശുദ്ധീകരിക്കാനും ഇടയാക്കത്തക്കവണ്ണം തിരുസന്നിധിയിൽ ഒത്തുചേർന്ന് നമ്മുടെ പാപങ്ങളും കുറവുകളോടുകൂടെ ഏറ്റുമതിന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒന്നുചേർന്ന് ഈ പേരിൽ ദൈവങ്ങളുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. Holy
വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രമിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവിനും തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. വ്യർത്ഥമാണ് ഞങ്ങളുടെ പ്രസംഗവും. മിശിഹ ഉദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കാത്ത ഒരു സമൂഹമാണ് നിങ്ങളെങ്കിൽ മറ്റെല്ലാ സമൂഹങ്ങളെയും ഭഗ്നാശരാണ് നിങ്ങളെന്ന് ഞാൻ പറയും. വീണ്ടും സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ശംശയ തന്നെ നമ്മളോട് പറയുവാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ മരിക്കുകയില്ല, അവൻ ജീവനിലേക്ക് പ്രവേശിക്കുന്നു, അവന് നിത്യജീവൻ ഞാൻ നൽകുന്നു. നമ്മുടെ ആ വ്യക്തിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എത്തിക്കാനും ആ വ്യക്തി ഓർക്കാനും ഒപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വഴിയാക്കുന്നത് അതും എത്ര മനോഹരമെന്ന് ആലോചിക്കുക. നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്, ഈ ബന്ധങ്ങളെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതും മുന്നോട്ട് നയിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും കൂടെ നിർത്തേണ്ടതും ആലോചിക്കുമ്പോൾ അതിന് ശ്രേഷ്ഠമായി ഒന്നുമില്ല. ആ ഒരു ബന്ധത്തിലേക്കാണ് ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് വിളിച്ചു കൂട്ടുകയായിരുന്നു. കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ഓരോ പറച്ചിലും ഈ ആശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ചേർത്ത് പിടിക്കേണ്ടൊക്കെ എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മളോട് അതേ പറയുന്നുള്ളൂ, നിങ്ങൾ അത് ചെയ്യുക ജീവിതത്തിൽ. നമുക്കറിയാം, ഭക്ഷണം, വിശപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയവരായിരിക്കും പണ്ട് കാലത്ത് ഒട്ടുമുക്കാൽ ആൾക്കാർ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ അമ്മ വീട്ടിലേക്ക് ഓടി വരിക എന്ന് പറയുന്നത് വല്ലാത്ത ആവേശത്തോടു കൂടിയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തന്നിട്ട് മതി എന്ന് പറയുന്നത് വരെ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അമ്മയായിരുന്നു ഞങ്ങളുടെ അമ്മമ്മ. ഒരു പണം എത്ര കിട്ടിയാലും നമ്മൾ ആരും മതി എന്ന് പറയുകയില്ല. പക്ഷെ എത്ര വിശന്ന് വലഞ്ഞിരിക്കുന്നവനാണെങ്കിലും വയറിന് എന്ത് പറയും? മതി. അതൊരു തൃപ്തിയുടെ മതി പറിച്ചതാണ് മതി. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അവർക്ക് നൽകാൻ ഈ ഫ്രാൻസിസ് പിതാവ് ഒരു കാര്യം പറയും. ഞാൻ അംഗമായിരിക്കുന്ന ഫ്രാൻസിസ് സമൂഹത്തിൽ ഫ്രാൻസിസ് പിതാവ് ഒരു കാര്യം പറയുന്നത് ഇതാണ്: ദരിദ്രനായ നമ്മുടെ ഈ ദരിദ്രനുമായി പങ്കിടുന്നതാണ് നമ്മുടെ സമ്പത്ത് എന്ന്. തന്റെ ദാരിദ്ര്യം പോലും പങ്കിട്ട് നൽകാനുള്ള ഒരു ചങ്കുറപ്പുണ്ടല്ലോ. അകാലത്തിൽ ജീവിത പങ്കാളി കടന്നു പോയപ്പോൾ ഞാൻ പൗലോസ്ലീഹ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചതുപോലെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് ഒരു യുദ്ധത്തിന്റെ ജീവിതമായിരുന്നു. പിന്നീട് പോരാട്ടമായിരുന്നു മമ്മയ്ക്ക്. ഞങ്ങൾക്ക് തീരെ കുഞ്ഞുമക്കളാണ് എങ്കിലും പറയുക, അത്രത്തോളം പൊരുതി ജയിച്ച് ആ മക്കളെയൊക്കെ തമ്പുരാൻ ആഗ്രഹിച്ച പോലെ വളർത്തിക്കൊണ്ടുവന്ന് കുഞ്ഞുമക്കളെയൊക്കെ കണ്ട് ഒത്തിരി സന്തോഷത്തോടെ ജീവിച്ച അവസാനം ഒത്തിരി ദുഃഖത്തിൽ ഒരു പരിണാമം എന്ന് വേണം പറയാം. ആ പൊരുതലും അത് കഴിഞ്ഞ് കിരീടം ചൂടി ഈ മക്കളോടൊപ്പം ആയിരിക്കുമ്പോൾ ഉള്ള ഒരു ആനന്ദം ഉണ്ടല്ലോ. ദൈവമേ, എൻ്റെ അധ്വാനം ഫലം കണ്ടല്ലോ, സന്തോഷമായി. ശിമയോൻ കർത്താവിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഇസ്രായേലിന് വേണ്ടി ഇന്ത്യ നൽകിയ രക്ഷ എന്റെ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ദാസന്റെ ആത്മാവിനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് പറയുന്നത് പോലെ ഇതിന്റെ മക്കൾ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളാക്കിയ അമ്മച്ചിയുടെ ജീവിത സമർപ്പണത്തിനും കരുതലിനും നിസ്സീമ സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മച്ചിയുടെ ആത്മാവ് അങ്ങയുടെ അനന്ത സ്നേഹത്തിലും കരുണയിലും ശാന്തിയിലും പ്രകാശത്തിലും വിശ്രമിക്കട്ടെ. അമ്മച്ചി ഞങ്ങൾക്ക് മാതൃകയായി നൽകിയ അങ്ങയിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും സ്നേഹവും കൈമുതലാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. അങ്ങയുടെ സ്നേഹവും കരുണയും ഈ ദിനത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. പരിസരത്തിന്റെയും വിശ്വാസപിതാവിന്റെയും സകല വിശുദ്ധയുടെയും മധ്യസ്ഥത ഞങ്ങളുടെ അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ.
ജീവിത സഹനങ്ങളെ കുരിശോട് ചേർത്ത് സധൈര്യം നേരിട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി അങ്ങയുടെ കരുതാരിൽ നിത്യം വിശ്രമിക്കട്ടെ. ആമേൻ. എനിക്ക് തോന്നിയത് നല്ലൊരു യാത്രയായിട്ട് നമുക്ക് അമ്മയ്ക്ക് നൽകാൻ സാധിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ സ്വർഗത്തിലാണ്. അങ്ങനെയൊക്കെ ഒരു നിമിഷം അമ്മയുടെ മാധ്യസ്ഥനെ അയച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാനും അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനും ഒക്കെ സർവേശ്വരനെ അമ്മ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എപ്പോഴും എന്നേക്കും. നീതിമാന്മാരായ വിശ്വാസികളും പരിശുദ്ധരായ ഉള്ളാക്കലും അത്യന്തം സന്തോഷമായ വ്യാജപ്രവൃത്തിയെ ഇവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ നന്ദിയാത്ര നിർമ്മിച്ചുപോയ ക്രിസ്ത്യാനി നിർമ്മിച്ചുകൊണ്ടേ മുഖദാസനെയും നീതിമാനായ ഗോവിന്റെയും ഭവനങ്ങൾ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ഭവനങ്ങൾ ഐശ്വര്യമായി തീരട്ടെ. എന്റെയും മരണത്തിന്റെയും ആഗ്രഹം സഹായമായ സർവേശ്വര സർവാധിപനാം കർത്താവേ. നമ്മുടെ ദാമീനത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. മനോഹരമായ ഒരു കുർബാന നമുക്കായി ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച അച്ഛന് എനിക്ക് വാക്കുകളിൽ പറയാൻ. പിന്നെ 2 ദിവസം കൊണ്ട് വളരെ ചുരുങ്ങിയ കാലത്തിൽ ഒരു ദിവസങ്ങൾ കൊണ്ടാണ് ഇത് അറേഞ്ച് ചെയ്തത്. അതിനുള്ളിൽ ഞാനും നമ്മുടെ വികാരിയച്ഛനുമായിട്ട് വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്കറിയില്ല അച്ഛനോട് എത്ര ദിവസം മുമ്പുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി. വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത് ലയം ഞങ്ങൾ തമ്മിലുള്ള മാനസികമായിട്ടൊരു ലയം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി. എല്ലാത്തിനും നന്ദി പറയുന്ന അച്ഛനോട് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്തതിന് വളരെ നന്ദി. പിന്നെ വന്ന് ചേർന്ന എല്ലാവരോടും ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു.